ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവള് സമൃദ്ധ തന്നെയാണെന്ന് അവളുടെ മനസ്സിൽ ഉറപ്പിക്കണം. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്. അവരൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഡോക്ടർ എന്നെ സഹായിക്കണം. എന്റെ മരുമകളെ എനിക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടണം. എന്റെ മോളെ നിങ്ങൾ എന്തിനാ എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്? പറ, എന്റെ മോൾ എവിടെ? എന്റെ മോനെ നീ കല്യാണം കഴിച്ചിട്ട് വർഷം 7-8 വെറുതെ ഇങ്ങനെ ഭ്രാന്ത് പറയില്ലേ മോളെ. ഇല്ല, ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങളെയൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പോഴാ കാണുന്നത്. ഡോക്ടർ, എനിക്ക് ഇപ്പൊ തന്നെ പോണം. എന്റെ മോൾ എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അയ്യോ, പിടിക്ക്. പോയി പിടിക്ക്. പിടിക്ക്. ചെല്ലു മോളെ. എവിടെ പോവാ? മോളെ, നീ എങ്ങോട്ടേക്ക് പോന്നേ? ഈ അമ്മ നിനക്ക് ഓർമ്മയില്ലേ? ഈ നിൽക്കുന്ന ശിശിരെ ഓർമ്മയില്ലേ? നിന്റെ അസുഖം കൊണ്ടാ ആരെയും നിനക്ക് ഓർമ്മയില്ലാത്തത്. എല്ലാം ശരിയാവും. 2 ദിവസം ഈ ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ്മെന്റ് എടുത്താ എല്ലാ അസുഖവും മാറും. ഗോകുലം ഞാനും കൂടിയല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയത്. മോള് വാ, അമ്മ പറയുന്ന കേക്ക് മോളെ വാ. തൊട്ടുപോരെ തന്നെ. മര്യാദക്ക് എന്റെ മോളെ തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേട്ടു. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ആരാ എന്നെ തടയാൻ? എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ മോളെ തരാതെ എന്നെ പറ്റിക്കാൻ ആരും വിചാരിക്കണ്ട. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? കേർപ്പാകത്ത് പിടിച്ചോളൂ പോവരെ. മോളെ പറഞ്ഞത് നിങ്ങൾ എല്ലാരും കൂടി ഭ്രാന്തിയാക്കുവാണോ? അടങ്ങി നിൽക്കു കുട്ടി. അങ്ങോട്ട് കൊണ്ടുപോ. നോക്കി നിൽക്കാതെ അവരെ പിടിച്ച് അകത്തോട്ടുണ്ടോ? പറയുന്നത് കേക്ക്. അവിടെ കിടക്ക്. മോളെ പിടിച്ചോ. കാലൊന്ന് ഇഞ്ചക്ഷൻ എടുക്കാം. അങ്ങോട്ട് കേക്ക്. കിടക്ക്. എന്റെ കുഞ്ഞ് വീട്. എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം. എനിക്ക് പോണോ ഒന്ന് വീട്. സമൃദ്ധ, എന്നെ വീടാൻ. തൽക്കാലം കുഴപ്പമില്ല. പക്ഷേ ഈ സിറ്റുവേഷൻ ചിലപ്പോ ഇനിയും ഉണ്ടാവാം. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഡോക്ടർ? സമൃദ്ധ ആരെയും തിരിച്ചറിയുന്നില്ല. ഇവരുടെ ഹസ്ബൻഡ് എവിടെയാ? എന്തോ കോടതിക്കാരിയായിട്ട് പോയതാ. ഒന്ന് മയങ്ങി ഉണരുമ്പോ ചിലപ്പോ ഇതൊക്കെ ശരിയായിക്കോളും. പിന്നെ ഇവരുടെ ഹസ്ബൻഡിനെ വിളിച്ച് എന്നെ വന്ന് അത്യാവശ്യമായി കാണാൻ പറയണം. ശരി ഡോക്ടർ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. 2-1 ഇന്ന് ഞാൻ തീരുമാനിക്കും. വിഷമിക്കാനൊന്നുമില്ല. 2 ദിവസം കൊണ്ട് നേരെയാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതല്ല ഡോക്ടർ, എനിക്ക് ഡോക്ടറോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഡോക്ടർ, സമൃദ്ധിക്ക് അസുഖം തുടങ്ങിയിട്ട് കുറച്ചു നാളായി. എന്ന് പറഞ്ഞ
ഇതിനു മുൻപും ഇടയ്ക്കിടെ അവൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോ അവള് മറ്റാരോ ആണെന്ന രീതിയിൽ പെരുമാറും. ഇതുപോലെ വയലന്റ് ആവുകയും ചെയ്യും. അതിനൊക്കെ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി അവൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ. ഇപ്പൊ ഉണ്ടായ സിറ്റുവേഷന് എന്താ കാരണം? ഗൗരിമോള് കൂട്ടുകാരുടെ കൂടെ ഒരു ദിവസം അവധി ആഘോഷിക്കാൻ അവരുടെ വീട്ടിൽ പോയി. അവൾക്കാണെങ്കിൽ മോളെ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. മോള് വീട്ടിൽ നിന്ന് പോയപ്പോ തുടങ്ങിയ തലവേദനയാ. പിന്നെ രാത്രി വരെ അവള് മുറിന്ന് ഇറങ്ങിയതേയില്ല. സാരമില്ല, ഇത് നമുക്ക് നേരെയാക്കാം. പ്രധാന പ്രശ്നം അതല്ല ഡോക്ടർ. ആദ്യമൊന്നും ഇങ്ങനെയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ 2-3 തവണയായിട്ട് ഇങ്ങനെ അസുഖം വരുമ്പോ അവള് ഞങ്ങളെയൊന്നും തിരിച്ചറിയുന്നില്ല. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളെ പോലെയാ അവള് ഞങ്ങളോട് പെരുമാറുന്നത്. ആ സമയത്തൊക്കെ അവള് സമൃദ്ധ അല്ലെന്നാ പറയുന്നത്. ഓ, ഇപ്പൊ തന്നെ ഡോക്ടർ കണ്ടില്ലേ, ഇത് തന്നെ വീട്ടിലും അവസ്ഥ. ഞങ്ങൾ എന്ത് ചെയ്യണം ഡോക്ടർ? എന്റെ മോന്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ല. എനിക്ക് മനസ്സിലായി. ഡോക്ടർ വിചാരിച്ചാൽ മാത്രമേ ഇനി ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. ഞാനെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത്? പറയാം ഡോക്ടർ. ഇത് സിമ്പിളാണ്. അവള് സമൃദ്ധ തന്നെയാണെന്ന് അവളുടെ മനസ്സിൽ ഉറപ്പിക്കണം. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അവരൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഡോക്ടർ എന്നെ സഹായിക്കണം. എന്റെ മരുമകളെ എനിക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടണം. അവളാണ് ഞങ്ങളുടെ വീടിന്റെ എല്ലാം. അവൾ എനിക്ക് മരുമകളല്ല, സ്വന്തം മകള് തന്നെയാ. പക്ഷേ ഗൗരിമോളെ പോലും ഇപ്പൊ ഒറ്റയ്ക്ക് അവളുടെ കൂടെ വിടാൻ എനിക്ക് ഭയമുണ്ട്. ഓ, ഏത് സമയത്ത് ആ കുഞ്ഞിനോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുന്നെന്ന് പറയാൻ പറ്റില്ല. 1-2 തവണ ഇതുപോലെ അസുഖം വന്നപ്പോ അവളെ തല്ലുകയും അറിയാത്തതുപോലെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതിനൊരു വഴിയുണ്ട്. നാളെ രാവിലെ തന്നെ നമുക്കത് ചെയ്യാം. പിന്നെ ഒരിക്കലും സമൃദ്ധ മറ്റൊരാളായി മാറില്ല. സമൃദ്ധയുടേതല്ലാത്ത ഒരു ഓർമ്മയും പിന്നെ അവളിൽ ഉണ്ടാവില്ല. അതുപോരെ? ഡോക്ടറോട് ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വലിയ സഹായ ഡോക്ടർ എനിക്ക് വേണ്ടി ചെയ്യുന്നത്. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഇനി ഒന്നും പേടിക്കണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാം. സമാധാനായി ഡോക്ടർ.